പ്രോഡക്റ്റിന്റെ മോഡ്യൂൾ വരുന്ന കാര്യം ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ കസ്റ്റമേഴ്സിനകത്ത് ഞാൻ പറഞ്ഞു പുതിയ കസ്റ്റമേഴ്സ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതേപോലെ ബൾക്കായിട്ട് കസ്റ്റമേഴ്സിന് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബൾക്കായിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ആ ഫോർമാറ്റ് ഉണ്ട്. ഫോർമാറ്റ് പ്രകാരം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബൾക്കായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ രജിസ്റ്റർ ചെയ്ത കസ്റ്റമേഴ്സിനെ കാണാൻ പറ്റും. അത് നമുക്ക് വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്താലും വേണ്ട രീതിയിൽ മോഡിഫിക്കേഷൻ പുതിയതായിട്ട് ആഡ് ചെയ്യോ അപ്ഡേറ്റ് ചെയ്യോ എന്താ വെച്ചാൽ നമുക്ക് ചെയ്യാനും സാധിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഈ രണ്ട് മോഡ്യൂൾ, കസ്റ്റമേഴ്സിന്റെയും പ്രൊഡക്റ്റ് ആൻഡ് പാർട്സിന്റെയും കേസാണ് പറഞ്ഞത്. HR പറഞ്ഞു ഇപ്പൊ ചെയ്യാനുള്ള സർവീസ് ആണ്. സർവീസസ് മോഡ്യൂളിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് വെച്ചാൽ, സോ ഇപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്ന വെച്ചാൽ സർവീസ് പോർട്ടലിനെ സർവീസ് മോഡ്യൂളിനെ കുറിച്ചാണ്. അപ്പോൾ സർവീസ് മോഡ്യൂളിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ, സർവീസ് കാറ്റഗറി നേരത്തെ പറഞ്ഞാൽ സർവീസ് കാറ്റഗറി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്തൊക്കെ ടൈപ്പ് ഓഫ് കാറ്റഗറി ഓഫ് സർവീസസ് ആണ് ഉള്ളത് അത് മെൻഷൻ ചെയ്യാം. ടാറ്റ് എന്ന് വെച്ചാൽ ടേൺ അറൗണ്ട് ടൈം എന്ന് പറയും. അതായത് ഒരു സർവീസ് കാറ്റഗറി ആണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു റൂളാണ് ഇവിടെ പറയുന്നത്. അതിന് മുകളിലും സർവീസ് റിക്വസ്റ്റ് വന്നിട്ട് ഈ കാറ്റഗറിയിൽ പെടുന്ന സർവീസ് റിക്വസ്റ്റ് ഇത്രയും ദിവസം ഈ പറഞ്ഞ ടാറ്റിനുള്ളിൽ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ എസ്കലേഷൻ ആവും. മനസ്സിലായി? നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അതേപോലെ ആഡ് ചെയ്ത സർവീസ് കാറ്റഗറീസ് കാണാൻ പറ്റും. വ്യൂ സർവീസ് കാറ്റഗറീസിൽ ഇതേപോലെ കാണാൻ പറ്റും. ഓക്കെ, അത് അവർക്ക് വ്യൂ ഡീറ്റെയിൽസ്, സബ് കാറ്റഗറീസ് അങ്ങനെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുതിയ സബ് കാറ്റഗറി ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരു കാറ്റഗറിയിൽ താഴെ തന്നെ സബ് കാറ്റഗറീസ് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, സബ് കാറ്റഗറി ഇപ്പൊ ഡൊമൈൻ എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. അതിനകത്ത് താഴെയായിട്ട് ഇപ്പൊ വ്യൂ സബ് കാറ്റഗറി പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആഡ് ഒക്കെ ചെയ്യാൻ പറ്റും. അതായത് ഡൊമൈൻ ആണെങ്കിൽ ബൈ എ ഡൊമൈൻ എന്ന് പറയുന്നത് ഒരു സബ് കാറ്റഗറിയാണ്. സോ അതിന് ടാറ്റ് ഡൊമൈൻ വാങ്ങിക്കണമെങ്കിൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസത്തിനുള്ളിൽ വാങ്ങിക്കാമെന്നാണ് പറയുന്നത്. സോ ആഡ് സബ് കാറ്റഗറി കൊടുത്താൽ അത് അവിടെ ആഡഡ് ആവും, സബ് കാറ്റഗറി ആഡ് ആവും. ഓക്കെ, സോ ഇതിവിടെ പോയിട്ട് നിങ്ങൾ റിക്വസ്റ്റ് റേസ് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ യു ക്യാൻ സീ ദ ഡാറ്റ there. ഡൊമൈൻ ഉണ്ട്. സോ ഇവിടെ അത് നമുക്ക് ഡിപ്പെൻസ്, സബ് കാറ്റഗറി കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മനസ്സിലായില്ലേ? സോ അതിപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടില്ല, ബട്ട് ദർ ഇസ് എൻ ഓപ്ഷൻ ദെയർ. സോ സബ് കാറ്റഗറി അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സബ് കാറ്റഗറീസ് ആഡ് ചെയ്യാൻ പറ്റും. സോ സ്പെസിഫിക് ആയിട്ട് റിക്വസ്റ്റുകൾ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ സർവീസ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ലിങ്കിലൂടെ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ തന്നെ അഡ്മിന് അല്ലെങ്കിൽ സ്റ്റാഫിന് സർവീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സർവീസ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്ലയന്റിനെ അവർ സെലക്ട് ചെയ്യുന്നു, ഏത് ക്ലയന്റ് ആണ് അത് അവർ സെലക്ട് ചെയ്യുന്നു, ഏത് പ്രോഡക്റ്റ് എടുക്കുന്നു, അതിനുശേഷം ഓക്കെ, ആൾറെഡി കസ്റ്റമർ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഇഷ്യൂ സെലക്ട് ചെയ്യുന്നു. അപ്പൊ കണ്ടോ സബ് ഇഷ്യൂ ഒന്നാണ്ടോ, ആ സബ് ഇഷ്യൂ സെലക്ട് ചെയ്യുന്നു. എന്താണ് ഇഷ്യൂ എന്നുള്ള കാര്യം എഴുതുക, ആഡ് റിക്വസ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു റിക്വസ്റ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, വാട്ട് ഈസ് ദിസ്? Okay, now the request is created. Let us see. അപ്പോൾ അത് സർവീസ് റിക്വസ്റ്റ്, ന്യൂ സർവീസ് റിക്വസ്റ്റ് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ കാണാൻ സാധിക്കും. വി ക്യാൻ ഡിലീറ്റ് സർവീസ് റിക്വസ്റ്റുകൾ ഹിയർ. ഡിലീറ്റ് ചെയ്യാൻ പറ്റും സർവീസ് റിക്വസ്റ്റുകൾ. പിന്നെ അത് സർവീസ് റിക്വസ്റ്റ് വ്യൂ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കൂടെ കാണാൻ പറ്റും. സർവീസ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് എടുത്തു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ഈ കസ്റ്റമറായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സർവീസ് റിക്വസ്റ്റുകൾ ഉണ്ടോ അതെല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായോ? അതിനുശേഷം ഇത് വ്യൂ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ അഡ്മിന് ഡീറ്റെയിൽസ് എല്ലാം കണ്ടിട്ട് അഡ്മിൻ എന്ത് ചെയ്യും, അസൈൻ ചെയ്യാൻ പറ്റും. ഏത് ടെക്നീഷ്യൻ ആണോ അസൈൻ ചെയ്യാൻ പറ്റും. എത്ര ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആകണം അതെല്ലാം എന്ത് വരും. അതൊരു അസൈൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അസൈൻ ആയിക്കോളും. ഓക്കെ, ഇത് നോട്ടിഫിക്കേഷൻ കാണിക്കുന്നില്ല, ബട്ട് എനിവേ ഇറ്റ് ഈസ് ഡൺ. ലെറ്റ് us see this one. So now it is being assigned. So ongoing service request പോയി കഴിഞ്ഞാൽ നമുക്ക് അസൈൻ ചെയ്തത് കാണാൻ പറ്റും. ഓൺഗോയിങ് സർവീസ് റിക്വസ്റ്റ് പോയി കഴിഞ്ഞാൽ ഓക്കെ, ന്യൂ സർവീസ് റിക്വസ്റ്റ് ഉണ്ട്, ഓൺഗോയിങ് ഉണ്ട്, കംപ്ലീറ്റഡും സബ്മിറ്റഡും സർവീസ് റിക്വസ്റ്റ് ഉണ്ട്. ഓൺഗോയിങ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ, അവര് സർവീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് സർവീസ് റിക്വസ്റ്റ് നമുക്ക് ഈ ഡാറ്റ ഇവിടെ വരും. ഓക്കെ,
സോ ഇതാണ് സർവീസ്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ AMC എന്ന് പറയും, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്ന് പറയും. അതായത് എല്ലാ കമ്പനി സർവീസ് ചെയ്യുന്ന കമ്പനീസിനും AMC ഉണ്ടാവും ഒരുപ്പെട്ട. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ അവരുടെ തന്നെ ഒരു പാക്കേജ് ആണ്. ഈ പ്രോഡക്റ്റിന് ഞങ്ങൾ AMC കൊടുക്കുന്നത്. ഇപ്പൊ വാറണ്ടി കഴിയുകയാണെങ്കിൽ കമ്പനി വാറണ്ടി കഴിയുകയാണെങ്കിൽ പിന്നെ വാറണ്ടി ഇല്ല. അപ്പൊ അതാണ് ഓപ്പർച്യൂണിറ്റി AMC വിൽക്കാനായിട്ട്. ഇപ്പൊ AMC എമൗണ്ട് മാസം ഇത്ര എമൗണ്ട് അല്ലെ വർഷത്തെ എമൗണ്ട് ആയിരിക്കും. വർഷം ഇത്ര പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ AMC കിട്ടും. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ AMC കുറെ കാര്യങ്ങൾ സർവീസസ് കവർ ആയിരിക്കും, ലൈക്ക് മെയിൻ്റനൻസ്, അങ്ങനെ അതൊക്കെ AMC നടക്കാം. അപ്പൊ ആ കമ്പനിയുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ AMCs ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? ഓക്കെ. സോ ഇതേപോലെ അവർക്ക് AMC എന്ത് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യും. ഉദാഹരണം പറയുന്നത് സർവീസ് ടൈപ്പ് അവർക്ക് വേണമെങ്കിൽ AMC ഗോൾഡ് എന്ന് ബാക്ക് കൊടുക്കാം. ഇഷ്ടമുള്ളത് അവർക്ക് കൊടുക്കാം. എത്ര വർഷത്തേക്കാ? 1 വർഷത്തേക്ക് AMC ഉണ്ടാക്കാം, AMC പ്ലാൻസ് ഉണ്ടാക്കാം, 2 വർഷം, 3, എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഇതിപ്പോ 3 വർഷത്തെ ഒരു പ്ലാനാണെന്ന് വിചാരിക്കുക. അത് അവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എത്ര വർഷത്തേക്കുള്ള AMC ഗോൾഡ്. സർവീസ് പീരീഡ് എന്ന് പറയുമ്പോൾ അതായത് ഈ 3 വർഷത്തേക്ക് എടുക്കുവാണെങ്കിൽ എത്ര മാസം കൂടുമ്പോഴാണ് ഈ AMC നടക്കുക, മെയിൻ്റനൻസ് നടക്കുക. ഫോർ എക്സാമ്പിൾ എല്ലാ 6 മാസം കൂടുമ്പോഴും മെയിൻ്റനൻസ് നടക്കുന്ന ഒരു പരിപാടി. എല്ലാ 6 മാസം കൂടുമ്പോൾ ഇവരുടെ സ്റ്റാഫ് പോയിട്ട് ആ കമ്പനിയുടെ ആ പ്രോഡക്റ്റിൽ മെയിൻ്റനൻസ് നടത്തും. ലിഫ്റ്റ് ആണെന്ന് വിചാരിക്കുക, ലിഫ്റ്റ് ഓപ്പറേഷൻ. ലിഫ്റ്റ് ആണെങ്കിൽ അവർക്ക് AMC ഗോൾഡ് എന്ന പാക്ക് ഉണ്ട്. എല്ലാ 3 വർഷത്തേക്കുള്ള പാക്ക് ഒരുമിച്ച് എടുത്തിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? എല്ലാ 6 മാസം വേണ്ട, എല്ലാ ഒരു എക്സാം എല്ലാ 3 മാസം, എല്ലാ 3 മാസം കൂടുമ്പോൾ ടെക്നീഷ്യൻ അവിടെ പോയിട്ട് ലിഫ്റ്റിന്റെ മെയിൻ്റനൻസ് നടത്തും, അറ്റകുറ്റപ്പണികളൊക്കെ നടത്തും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ വേറൊരു കേസുണ്ട്, AMC ഗോൾഡിൽ തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. 6 മാസം കൂടുമ്പോൾ. അപ്പൊ 3 മാസത്തെ AMC ഗോൾഡ് എടുക്കുന്നെങ്കിൽ റേറ്റ് അല്പം കൂടുതലായിരിക്കും AMC. 6 മാസം AMC ഗോൾഡ് എടുക്കുന്നെങ്കിൽ റേറ്റ് കുറച്ച് കുറവായിരിക്കും. മനസ്സിലായില്ലേ? 3 വർഷത്തെ AMC ഗോൾഡിൻ്റെത് 2 വേരിയൻസ് ആണ് ഉള്ളത്. 3 മാസം കൂടുമ്പോൾ മെയിൻ്റെനൻസ് ചെയ്യുന്നതും 6 മാസം കൂടുമ്പോൾ മെയിൻ്റെനൻസ് ചെയ്യുന്നതും. സ്വാഭാവികമായിട്ട് 3 മാസം കൂടുതൽ മെയിൻ്റെനൻസ് ചെയ്യുന്നതിന് കൂടുതൽ AMC വാല്യൂ ആയിരിക്കും. മനസ്സിലായില്ലേ? സോ ഇങ്ങനത്തെ AMC പ്ലാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധിക്കും. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യാം കസ്റ്റമേഴ്സിന്റെ. അപ്പൊ അത് ക്രിയേറ്റ് എന്ന് പറയും. ഇനി നമുക്ക് മാപ്പ് AMC സർവീസിന് ഓപ്ഷൻ ഉണ്ട്. മാപ്പ് AMC എന്ന് വെച്ചാൽ ഏത് ഒരു ക്ലയന്റ് പർച്ചേസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ എടുക്കുക, ഇവിടെ വിനയ് എന്ന് പറയുന്ന ക്ലയന്റിനെ എടുത്തു. ആ ക്ലയന്റിനെ ഏത് പ്രോഡക്റ്റ് ആണ് നോക്കി വന്നു. സർവീസ് ടൈപ്പ് ഉണ്ട്, കണ്ടോ? ആൾറെഡി നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. AMC ഗോൾഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അവർ 6 മാസത്തെ ആണ് എടുക്കുന്നത് വിചാരിക്കുക. അപ്പൊ AMC ഇത് എടുക്കണം, 6 കൊടുക്കണം. മനസ്സിലായില്ലേ? എന്നൊട്ടാണ് അവർ AMC സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ 15-ാം തീയതി അല്ലെങ്കിൽ തൊട്ട്, ഈ 1-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നേക്കും. ഓക്കെ. എത്ര വിസിറ്റ് ഇതുവരെ നടന്നു? വിസിറ്റ് നടന്നിട്ടുണ്ടോ? ഇല്ല, നടന്നിട്ടൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ 0. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് മാപ്പിംഗ്. AMC കസ്റ്റമറിലേക്ക് AMC മാപ്പ് ചെയ്യുന്ന പരിപാടി. മാപ്പ് ചെയ്ത കസ്റ്റമേഴ്സിനെ കാണണ്ടേ? അത് പോയിട്ട് മാനേജ് AMC അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ഇതുണ്ടോ? ഇപ്പൊ വിനയ് എന്ന് പറയുന്ന ആളെ ഇപ്പൊ നമ്മൾ ആഡ് ചെയ്തു. AMC ഗോൾഡിൽ വരുന്ന ആൾക്കാരാണ്. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത ഡേറ്റ് എന്നാന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്, കണ്ടോ? 6 മാസം കൂടുമ്പോഴല്ലേ പറഞ്ഞത്. ഇപ്പൊ ഓഗസ്റ്റ് അല്ലേ? സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും അടുത്ത സർവീസ് ഡ്യൂ ആണെന്ന് കാണിക്കുന്നുണ്ട്. ബൈ ഡിഫോൾട്ട് 6 മാസം എടുത്തു. മനസ്സിലായില്ലേ? ഇതുവരെ വിസിറ്റ് നടന്നോ? ഇല്ല, വിസിറ്റ് നടന്നിട്ടില്ല. അപ്പോൾ സർവീസ് പീരീഡ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ AMC അവർ ഓപ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് AMCയുടെ പീരീഡ് കഴിഞ്ഞെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? സോ ദിസ് ഈസ് ദ കേസ്. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ AMCs ഇവർക്ക് ആഡ് ചെയ്യാം, അത് അവർക്ക് യൂസ് ചെയ്യാനും സാധിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ സർവീസസിന് മെയിൻ ആയിട്ട്. പിന്നെ ഇതിനകത്ത് വേറെ കുറെ കാര്യങ്ങൾ വെച്ചാല് നമുക്ക് ഡാഷ്ബോർഡിൽ നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് AMC ഈ മാസം തുടങ്ങുന്ന സമയത്ത് ഈ മാസം ആർക്കൊക്കെയാണ് നമ്മൾ AMC ചെയ്യേണ്ടത്, ആ ഡാറ്റ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഈ മാസം ആർക്കൊക്കെയാണ് AMC നമ്മൾ കൊടുക്കേണ്ട സർവീസ് ഉള്ളത്, അത് ഡാറ്റ നമുക്ക് മുൻകൂട്ടി കിട്ടും. അത് മാത്രമല്ല, ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഡേറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ന്യൂ സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ വന്ന് കിടക്കും. മനസ്സിലായി? AMC റിക്വസ്റ്റുകൾ ഡേറ്റ് ആവുന്നതിന് മുമ്പായിട്ട് ഒരാഴ്ച 1 മാസം മുമ്പ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് വന്ന് കിടക്കും. മനസ്സിലായി? അത് നമുക്ക് ടെക്നീഷ്യൻ അസൈൻ ചെയ്ത് കൊടുക്കാനും പറ്റും. സോ ഓട്ടോമാറ്റിക്കലി AMC റിക്വസ്റ്റുകൾ
പോപ്പപ്പ് വരികയും അത് ടെക്നീഷ്യൻ